നമ്മുടെ പെർമനന്റ് പാനൽ ഓഫ് ജഡ്ജസിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതില് പിന്നെ ഈ ഇത്രയും കൂടുതൽ ജഡ്ജ്മെന്റ് ഉള്ള പ്രോഗ്രാമിന്റെ ഈ പരസ്യങ്ങളുടെ ആ ഒരു കൂടുതൽ ഒരു എന്താ പറയാ, ഇങ്ങനെ ഈ തുള്ളി വരുന്ന പരസ്യങ്ങളുടെ ആ ഒരു മുന്നോട്ടുള്ള പ്രയാണം കാണുമ്പോൾ എന്താ നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? നമ്മളുടെ ഈ ഷോയുടെ വിജയം തന്നെയാണ് പറയുന്നത്, ആധികാരിക്കുന്നത്. We are having a successful show. So now let's welcome our permanent judges. നമ്മുടെ ആദ്യത്തെ ജഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഏതാണ്ട് 20 പരം മൂവിക്ക് വേണ്ടി മ്യൂസിക് ഡയറക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചതാ, നിങ്ങളാരും പറയില്ല, ഞാൻ പറഞ്ഞു പറയുന്നല്ലോ. എങ്കിലും ഭാഗ്യവശാൽ ഇന്നേ വരെ അതിൽ ഒരു മൂവി പോലും വെളിയിൽ വന്നിട്ടില്ല. വളരെ ഭാഗ്യം കാണാൻ എന്ന് പറയാം. ഭാവിയിൽ ഇനി ഒട്ടേറെ പാട്ടുകൾ ഡയറക്ട് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു ബിഗ് ഹാൻഡ് കൊടുക്കാം. ഞാൻ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് അറിയിക്കുകയാണ്. ദേവലക്കര രമേശൻ പിള്ളൈ. മിസ്റ്റർ ദേവലക്കര രമേശൻ പിള്ളൈ. അടുത്തതായി കിഴിനാഥം കൊണ്ട് നമ്മെ കൊൾമയിൽ കൊതിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സത്യദീദിയെ നമുക്ക് സ്വാഗതം. സത്യദീദി. നമ്മുടെ അടുത്ത ജഡ്ജിനെ പറ്റി പറയുകയാണെങ്കിൽ സാ എന്നോ പാ എന്നോ ഇദ്ദേഹത്തിന്റെ വായനൊന്നും ഇന്നേ വരെ ആരും വീണ് കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം ജഡ്ജ് ചെയ്യാൻ അദ്ദേഹത്തെ പോലെ മിടുക്കനായ മറ്റൊരു വ്യക്തി ഇല്ലെന്ന് തന്നെ പറയാം. നമ്മുടെ ജഡ്ജിന്റെ പേര് മിസ്റ്റർ വിജയൻ. ഓക്കെ, ഇവർ 3 പേരുമാണ് നമ്മളുടെ ജഡ്ജസ്. ഇവർ നമ്മളുടെ കണ്ടസ്റ്റൻസിന് വേണ്ടുന്ന വിധത്തിലുള്ള അഡ്വൈസുകളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത് മുമ്പോട്ട് നമ്മളെ കൊണ്ടുപോകും. നിങ്ങൾക്ക് എൻജോയ്മെന്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ്, now standing with our first contestant, let's put our hands for Mr. Babu. Hi, Mr. Babu. Idu patti Mr. Hanbonadu? Oh, നാളികേരത്തിന്റെ നാട്ടിൽ. എന്താണ് ഈ പാട്ട് ചൂസ് ചെയ്യാൻ കാരണം? നിങ്ങൾ തന്നെയാണോ ചൂസ് ചെയ്തത്? ആരെങ്കിലും ഹെൽപ്പ് ചെയ്യോ? ഭാര്യ? ഉറപ്പാ? ഈ പാട്ട് ഈ സിറ്റുവേഷന് വളരെ യോജിച്ചൊരു പാട്ടാ. എന്താന്നറിയോ, ഈ ഓണക്കാലത്തല്ലേ കൂടുതൽ നാളികേരൊക്കെ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. ഓക്കെ മിസ്റ്റർ ബാബു, ലെറ്റ്സ് listen to this music. Mr. Babu. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പൂരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നന്നായി പാടിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് കാര്യമില്ലല്ലോ അല്ലേ? രമേശൻ സർ. മോനെ നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി, നല്ല ഫീലുണ്ടായിരുന്നു. പിന്നെ മോനെ ഞങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നതെന്ന് പറയുക, മോൻ പാടി ആദ്യത്തെ വരി നാളികേരത്തിന്റെ ഫ്ലാറ്റായിരുന്നു. പിന്നെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, എല്ലാം ഫ്ലാറ്റായിരുന്നു. പിന്നെ രണ്ടാമത്തെ വരി മൊത്തം ഷാർപ്പായിരുന്നു. പിന്നെ മോനെ മൂന്നാമത്തെ വരി ഒന്നുകൂടി ഒന്ന് പാടിക്കേ.
അതിൽ നാരായണക്കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്. മോനെ അതൊട്ടും ശരിയാകുന്നില്ല. മോൻ എപ്പോഴാണ് സാധകം ചെയ്യുന്നത്? എന്ത് കഴിച്ചിട്ടാണ്? അതാ കാര്യം. ഇനി വല്ല അപ്പോ പുട്ടോ സാമ്പാറോ ഒക്കെ കഴിച്ചിട്ട് വേണം സാധകം ചെയ്യാൻ. ഇതൊന്ന് പാടാമോ നോക്കിക്കേ. ഒന്നും ശരിയാകുന്നില്ല. നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യും. ഇത് ഏത് രാഗമാണെന്നറിയാം? ഇതാണ് കാളരാഗം. അത് ശരി. അപ്പൊ ജഡ്ജിനോട് ചോദ്യം ചെയ്യാറായി അല്ലേ? ശരി, നന്നായി വരും. ബെസ്റ്റ് ലക്ക്. Hello, Babu. Hello. How are you today? That's very good. Don't worry about his comments. ரொம்ப நல்லா பாடினார். നമ്മുടെ കോക്കനട്ട് വേൾഡ്, നമ്മുടെ കേരളം എത്ര സുന്ദരമല്ലേ? എനിക്കിഷ്ടമായി. ബെസ്റ്റ് ഓഫ് ലക്ക്. ബാബു, ഹലോ. നല്ല ഫീലുണ്ടായി. ചേട്ടൻ പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ കരിഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമ്മുടെ നാടിന്റെ ഗതി ഓർത്താൽ ആരാ കരയാതിരിക്കുക? ഇനി ആരെങ്കിലും ഇതുപോലൊരു പാട്ട് എഴുതുമോ? നാട്ടിലുള്ള നാഴിയിടങ്ങളിൽ മണ്ണ് വിറ്റ് വല്ല വിധേനയും രാജ്യം വിടാനാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും നന്നായിരുന്നു മോനെ. Babu, I'll give you a 9. വിജയേട്ടാ 4. പിള്ള സർ? പിന്നെ ഈ ഓണത്തിന് ഒത്തിരി തേങ്ങാവോടെ ചരച്ചതുകൊണ്ടൊന്നും അല്ല ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അല്ലേ പറഞ്ഞതുപോലെ. അയ്യോ, ഞാൻ വിചാരിച്ചു ഓണത്തിന് എല്ലാവരും ഒരുപാട് നാളികേരം യൂസ് ചെയ്യില്ലേ, അതുകൊണ്ടാണ് ഈ പാട്ട് ഇങ്ങനെ ഒരു പാട്ട് എഴുതിയതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അത് ചൂസ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തേങ്ങയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ഓണക്കാലത്താണല്ലോ മനസ്സിലാവുന്നത്, അതുകൊണ്ടാണ് വിചാരിച്ചത്. അത് അടിയുള്ളതിന്റെ കുഴപ്പമില്ല. എന്തായാലും ശരി തന്നെ. 3. ഓക്കെ, മിസ്റ്റർ ബാബു. സന്തോഷമായല്ലോ. ഓക്കെ, നമുക്കിനി അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാം. അടുത്തതായി ഈ വേദിയിലേക്ക് വരുന്നത് മിസ് ബീന കളത്ത്. മിസ് ബീന. ഹായ് മിസ് ബീന. നല്ല ഭംഗിയുണ്ടല്ലോ. ബീന എവിടെ വാങ്ങിയത്? സ്പോൺസർ ചെയ്ത ഈ കമ്മല മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഇതുപോലത്തെ കുറേ സ്ഥലത്ത് പോയി. എന്തുവാ ഇവിടെ? ഇവിടെ മാർസിനെ നടക്കാൻ പോവാണ്. അയ്യോ, ഞങ്ങള് ഈ സാരി മാലയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ എല്ലാം മറന്നു പോകും. സാരി മാറുന്നൊന്നും ഇപ്പൊ കാണണ്ട. ഓക്കെ, പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂവിളിയൽ മോഹപ്പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണത്തുമ്പി നീ വരൂ പൊന്നോണമായി. നമുക്ക് ശരി, നമ്മൾ ഏത് ജഡ്ജിന്റെ അടുത്ത് ആദ്യം ചോദിക്കാം? Hi, Veena. ரொம்ப நல்ல ட்ரெஸ் பண்ணிருக்க. அது கேரளா